കസമീറോ നമ്മുടെയൊക്കെ സ്വന്തം കാസീവായി ഈ ഒരു സീസണിൻ്റെ അവസാനം യുണൈറ്റഡിൽ നിന്ന് പടിയിറങ്ങുന്നു. അപ്പം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യുണൈറ്റഡ് ഫാൻസിന് വേണ്ടിയുള്ള കസമീറോയുടെ ആ ഒരു ഫെയർവെൽ മെസ്സേജ് ഇതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ഇത്ര പെട്ടെന്ന് വന്നപ്പം ചിലപ്പം പലരും അത്ഭുതപ്പെട്ട് കാണും, ചിലർക്ക് യാതൊരു അത്ഭുതവും തോന്നിക്കാണത്തില്ല. അപ്പം ഈ അനൗൺസ്മെൻറ്റ് ഈ ഒരു സമയത്ത്, സീസണിൻ്റെ ഈ ഒരു പകുതി സമയത്ത് വരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് കസമീറോയുടെ ഭാവിയെക്കുറിച്ച് പുള്ളിക്കൊരു ക്ലാരിറ്റി വേണം. അത് ഫാൻസിൻ്റെ മുന്നിൽ പുള്ളിക്ക് വെക്കണം. ഇപ്പം വേണ്ടാത്ത തരം സ്പെക്കുലേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പല വാർത്തകൾ പുള്ളിയെക്കുറിച്ച് ഇല്ലാത്ത തരം വാർത്തകളും കെട്ടുകഥകളും ഒന്നും പടച്ചു വിടുന്നത് കാണാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാനിങ് നടത്തണം. അപ്പം അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ യുണൈറ്റഡിനാണെങ്കിലും യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസമീറോ പറഞ്ഞു, എങ്കിൽ ഇപ്പം നമുക്ക് അനൗൺസ്മെൻറ്റ് നടത്തണം, കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു. ശരിക്കും മാഞ്ചസ്റ്റർ ഡെർബിക്കൊക്കെ മുന്നേ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കസമീറോ ബാക്കിയുള്ള പ്രീമിയർ ലീഗിലുള്ള ബാക്കിയുള്ള 17 മത്സരങ്ങൾ കസമീറോ യുണൈറ്റഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസമീറോയുടെ കോൺട്രാക്റ്റിലുള്ള ക്ലോസ് അനുസരിച്ച് പുള്ളിയുടെ ആ ഒരു എക്സ്ട്രാ ഉള്ള ആ ഒരു വർഷത്തെ ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആകും എന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും യുണൈറ്റഡിനും അങ്ങനത്തെ ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ അത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ട്രിഗർ ആകാനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അപ്പം കസമീറോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കസമീറോയെ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത് 2022-23 ആ ഒരു ടെൻ ഹാഗിൻ്റെ ആദ്യത്തെ സീസണിലാണ്. അപ്പം ടെൻ ഹാഗിൻ്റെ ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മത്സരങ്ങൾ ബ്രൈറ്റണും ബ്രെൻഫോർഡും ഒക്കെ ആയിട്ട് നമ്മൾ ദയനീയമായി പരാജയപ്പെടുന്നു. അപ്പം ഈ പരാജയത്തിനൊക്കെ മെയിൻ കാരണമെന്ന് പറയുന്നത് യുണൈറ്റഡിന് ബാക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഓപ്പോസിഷൻ്റെ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മുടെ ബിൽഡപ്പ് ഫേസിൽ നമ്മളെ പ്രഷറൈസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് അറ്റാക്ക് ചെയ്താണ് പലപ്പോഴും യുണൈറ്റഡിനെതിരെ ആ ഒരു ബ്രൈറ്റണും ബ്രെൻഫോർഡും ഒക്കെ ഗോളുകൾ സ്കോർ ചെയ്തത്. അപ്പം 4-0 ബ്രെൻഫോർഡുമായിട്ട് യുണൈറ്റഡ് തോറ്റ് കഴിഞ്ഞപ്പം കസമീറോയുടെ ഏജൻറ്റിനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പറ, അവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ, മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ, അതിനെ ഞാൻ പരിഹരിക്കാം, എന്നെ സൈൻ ചെയ്യും. അപ്പം അതനുസരിച്ചുള്ള കോൺടാക്ട്സും കാര്യങ്ങളും കസമീറോയുടെ ഏജൻറ്റ് യുണൈറ്റഡുമായിട്ട് നടത്തി കാണണം. അതിൻ്റെ ഒടുവിൽ യുണൈറ്റഡ് കസമീറോയെ സൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു 2022 ഓഗസ്റ്റ് 22 ലിവർപൂളും യുണൈറ്റഡും തമ്മിലുള്ള മാച്ചിന് മുന്നേ കസമീറോയെ ഓൾഡ് ട്രാഫോർഡിൽ അൺവീൽ ചെയ്യുന്നു. അപ്പം അവിടുന്ന് കസമീറോയുടെ മുന്നോട്ടുള്ള കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കസമീറോയുടെ ആദ്യത്തെ സീസൺ 2022-23 സീസൺ എന്ന് പറയുന്നത് കസമീറോയുടെ യുണൈറ്റഡിലെ ഏറ്റവും സക്സസ്ഫുൾ സീസണാണ്. അപ്പം കസമീറോ ആസ് എ പ്ലെയർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. യുണൈറ്റഡ് സീസണിൻ്റെ അവസാനം നിങ്ങൾ നോക്കിയാൽ യുണൈറ്റഡ് ടോപ്പ് 4 ഫിനിഷ് ആകുന്നു, അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ആകുന്നു. കാരബോ കപ്പ്, ന്യൂകാസിലിനെ തോപ്പിച്ച ആ ഒരു കാരബോ കപ്പ് യുണൈറ്റഡ് ജയിക്കുന്നു. അങ്ങനെ ആ ഒരു കാരബോ കപ്പ് ഫൈനലിലും കസമീറോ ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പം അങ്ങനെ എന്തുകൊണ്ടും യുണൈറ്റഡിൻ്റെ കരിയറിലെ കസമീറോയുടെ ഏറ്റവും നല്ല സീസണായിരുന്നു 2022-23 പുള്ളിയുടെ ഏറ്റവും ആദ്യത്തെ സീസൺ. അത് കഴിഞ്ഞ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് രണ്ടാമത്തെ സീസൺ മുതൽ കസമീറോയുടെ ഫോം മോശം ആകുന്നു. കസമീറോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം കസമീറോ ഫേസ് ചെയ്യുന്നു. 4-0 ക്രിസ്റ്റൽ പാലസിനെതിരെ തോറ്റ മത്സരം കഴിഞ്ഞപ്പം ലിവർപൂളിൻ്റെ പ്ലെയർ ജേമി കാരിയറിൻ്റെ ഏറ്റവും ഫേമസ് കോട്ട്സിൽ ഒന്ന് കസമീറോയ്ക്ക് എതിരെ പ്രയോഗിക്കുന്നു, ലീവ് ഫുട്ബോൾ ബിഫോർ ഇറ്റ് ലീവ്സ് യു. ഇത് കസമീറോയ്ക്ക് എതിരെ ജേമി കാരിയർ പ്രയോഗിക്കുന്നു. മുന്നോട്ടുള്ള കസമീറോയുടെ പെർഫോമൻസ് ഓരോ ദിവസം ചെല്ലും തോറും മോശമായി മാറുന്നു. അതിനിടയിൽ യുണൈറ്റഡിൻ്റെ ഓവറോൾ പെർഫോമൻസ് മോശം ആയതുകൊണ്ട് തന്നെ ടെൻ ഹാഗും സാക്കാകപ്പെടുന്നു. റീപ്ലേസ്മെൻ്റായിട്ട് വന്ന അമോറിമിൻ്റെ ബുക്ക് ലിസ്റ്റിലും അല്ലെങ്കിൽ പ്രിഫറൻസ് ലിസ്റ്റിലും കസമീറോ 3ാമത് അല്ലെങ്കിൽ 4ാമത്തെ പ്രിഫേർഡ് ചോയ്സായി മാറുന്നു. അപ്പം അമോറിമിനോട് പല റിപ്പോർട്ടേഴ്സും ചോദിക്കുന്നുണ്ട് കസമീറോയെ പറ്റി. അപ്പോൾ ആ സമയത്ത് കസമീറോയെ പറ്റി അമോറിം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കലി
അമോറിമിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ അമോറിമിൻ്റെ ഫുട്ബോൾ കളിക്കാൻ കസമീറോ ഫിസിക്കലി റെഡിയല്ല എന്നുള്ള രീതിയിലാണ് അമോറിം ആ സമയത്ത് പറഞ്ഞത്. ആ സമയത്ത് അമോറിമിൻ്റെ പ്രിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അക്കാഡമി ഗ്രാജുവേറ്റ് ടോബി കോളിയർ പോണക്കത്തെ പ്ലെയേഴ്സ് വരെ കസമീറോയെക്കാളും പ്രിഫറൻസ് ലിസ്റ്റിൽ മുകളിലായിരുന്നു. അപ്പം അവിടെ നിന്നിട്ട് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് അമോറിമിൻ്റെ മുന്നിൽ പുള്ളിയുടെ എബിലിറ്റിയും പുള്ളിയുടെ കഴിവും ഒന്നുകൂടെ പ്രൂവ് ചെയ്യേണ്ട ഒരവസ്ഥ പുള്ളിക്കുണ്ടായി. അവിടെ നിന്ന് പുള്ളി പ്രൂവ് ചെയ്ത് അങ്ങനെ ക്രമേണ അമോറിമിൻ്റെ ആ ഒരു മിഡ്ഫീൽഡേഴ്സ് ലിസ്റ്റിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 മിഡ്ഫീൽഡറായി മാറി നമ്മുടെ സ്വന്തം കസമീറോയുടെ എലീറ്റ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മോൺസ്റ്റർ മെൻറ്റാലിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തിരിച്ചുവരവ്. അപ്പം ഈ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിലും കസമീറോ ഇതുവരെ യുണൈറ്റഡിന് വേണ്ടി 20 മത്സരങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 4 ഗോള്, 1 അസിസ്റ്റ് ഒക്കെ നേടിയിട്ടുണ്ട്. അപ്പം കസമീറോ ആസ് എ പ്ലെയർ, എനിക്ക് കസമീറോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ആ ഒരു മനുഷ്യൻ, പുള്ളിയുടെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് ആ ഡിസ്റപ്ഷനാണ്. ഓപ്പോസിഷൻ്റെ പ്ലെയർ ഡിസ്റപ്റ്റ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, അതാണ് പുള്ളിയുടെ പുള്ളിയുടെ ഡ്യൂട്ടി. അപ്പം അതല്ലാതെ പുള്ളി വിത്ത് ദ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി നടത്തുന്ന സ്വിച്ചസ്, വിങ്ങുകളിലോട്ടൊക്കെ നടത്തുന്ന റൈറ്റ് ലെഫ്റ്റ് നടത്തുന്ന സ്വിച്ചസുകൾ, അതുപോലെ ഫോർവേഡ്സിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ കൊടുക്കുന്ന ലോങ് ബോൾസ്, ഇതിനൊക്കെ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് കസമീറോയുടെ ആ ഒരു സെറ്റ് പീസിലുള്ള കസമീറോയുടെ കഴിവ്. അല്ലെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് നമ്മുടെ സെറ്റ് പീസുകളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് കസമീറോ ആണ്. അത് മഗ്വയർ ഒന്നുമല്ല, മഗ്വയറിനേക്കാളും ഏറ്റവും കൂടുതൽ ഗോളുകൾ റീസെൻറ്റ് മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സെറ്റ് പീസ് വഴി നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാസിബായിയാണ്. അപ്പം കസമീറോ യുണൈറ്റഡിനെ വിട്ട് പോകുമ്പം പല ഫാൻസിനും ഇമോഷണലി കസമീറോയ്ക്ക് വേണമെങ്കിൽ 1 സീസൺ അല്ലെങ്കിൽ 2 സീസൺ കൂടെ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള പല ഫാൻസും ചിലപ്പം കാണും. സ്വാഭാവികമായിട്ട് പുള്ളിയോടുള്ള ആ ഒരു ഇഷ്ടം കാരണം അങ്ങനത്തെ ആഗ്രഹം വെക്കുന്ന പല ഫാൻസും കാണും. പക്ഷേ നമ്മൾ ആ ഒരു ഇമോഷണലി ചിന്തിക്കാതെ, എന്നെ സംബന്ധിച്ച് നമ്മൾ കുറേ കൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഇനി മുന്നോട്ട് നമുക്ക് ആ ഒരു മിഡ്ഫീൽഡ് ഓവർഹോൾ തന്നെ വേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് മാത്രമല്ല, തൊട്ട് മുന്നത്തെ മാച്ച്, ലാസ്റ്റ് മാഞ്ചസ്റ്റർ ഡെർബി മാച്ച് നോക്കിയോ, ഒരു 65-70 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും കസമീറോയുടെ ഫുൾ ഗ്യാസും തീർന്നു. പുള്ളിക്ക് പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. പിച്ചിൽ പുള്ളിയുടെ അവസ്ഥ നമ്മൾ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു മാച്ചിലൊക്കെ. അപ്പോൾ പുള്ളിയെ കൊണ്ട് മുന്നോട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇമോഷണലി ഉള്ള ആ ഒരു ബോണ്ടൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുമാത്രമല്ല, കസമീറോ എന്ന് പറയുന്ന പ്ലെയർ പോകുമ്പം ഏകദേശം 375K പെർ വീക്കാണ് പുള്ളിയുടെ വീക്ക്ലി സാലറി. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർലി നോക്കുകയാണെങ്കിൽ 15 മില്യൺ പൗണ്ട്സ്. വിത്ത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആണെങ്കിൽ അത് ഏകദേശം 18 മില്യൺ പൗണ്ട്സോളം വരും. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ, ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയറിനെ നമ്മൾ വിട്ടേ പറ്റത്തുള്ളൂ ഈ സമയത്ത് പുള്ളിയെ വിടുക. പുള്ളി പോവുകയാണെങ്കിൽ 2 ടോപ്പ് സൈനിങ് ആണ് യുണൈറ്റഡ് പ്രിഫർ ചെയ്യുന്നത്. മിഡ്ഫീൽഡിൽ 2 ടോപ്പ് സൈനിങ് യുണൈറ്റഡ് പ്രിഫർ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് സൈനിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രിഫേർഡ് ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് പറയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് എലിയട്ട് ആൻഡേഴ്സൻ്റെ പേരാണ്. പിന്നെ ബലേബ, വാട്ടൺ, അപ്പം അങ്ങനത്തെ പല പേരുകളും കേൾക്കുന്നുണ്ട്. ബലേബയുടെ പേരെന്ന് പറയുന്നത് ബലേബ മാത്രമായിട്ടൊരു ചോയ്സായിട്ട് പോകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഈ ആഫ്രിക്കൻ പ്ലെയേഴ്സിനെ എല്ലാം കൂടെ സൈൻ ചെയ്ത് കൂട്ടുക എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാകും. ഭയങ്കര സ്ക്വാഡ് പ്ലാനിങ്ങിൻ്റെ കാര്യം, നമ്മൾ ഓവറോൾ സ്ക്വാഡ് പ്ലാനിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര മണ്ടത്തരമാണ് ഒത്തിരി ആഫ്രിക്കൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് കൂട്ടുന്നത്. ആസ് എ സ്ക്വാഡ് പ്ലെയർ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ബലേബയും കൂടെ സൈൻ ചെയ്തു. അല്ലെങ്കിൽ ബലേബ അതുപോലെ എലിയട്ട് ആൻഡേഴ്സൺ, ഈ 2 സൈനിങ് ഒരുമിച്ച് നടത്താൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ആഫ്കോൺ എന്നൊക്കെ പോകുമ്പോഴത്തേനുള്ള നമ്മുടെ സ്ട്രഗിൾ നമ്മൾ കണ്ടതാണ്. ഓൾറെഡി നമുക്ക് 2 പേരുണ്ട്. നമ്മുടെ 2 മെയിൻ പ്ലെയേഴ്സ് എംബ്യൂമോ, ഹമാദൊക്കെ ഉണ്ട്. അടുത്ത ഒരു മിഡ്ഫീൽഡിൽ നമ്മുടെ നമ്പർ 1 ചോയ്സും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും? 1 മാസത്തോളം. അപ്പം മിഡ്ഫീൽഡിൽ കസമീറോയ്ക്ക് പകരം ഉഗാർത്തയും പോകും എന്നാണ് പറയപ്പെടുന്നത് ഈ സീസണിൻ്റെ അവസാനം. അപ്പം വലിയൊരു മിഡ്ഫീൽഡ് ഓവർഹോൾ. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും വിങ്ങിൽ, അറ്റാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഒരു സൈനിങ്,
പിന്നെ ഡിഫൻസിൽ മിക്കവാറും മഗ്വയറിൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ഡിഫൻഡേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് യുണൈറ്റഡിൻ്റെ പ്രിഫറൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കസമീറോയ്ക്ക് പുറകെ ബ്രൂണോയും ചിലപ്പോഴാണെങ്കിൽ ഈ സീസണിൻ്റെ അവസാനം യുണൈറ്റഡിനെ വിട്ടു പോകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രൂണോ പോവുകയാണെങ്കിൽ ബ്രൂണോയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചെൽസിയുടെ കോൾ പാർമറെ ആ ഒരു നമ്പർ 10 പൊസിഷൻ യുണൈറ്റഡ് സൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നല്ല സോഴ്സുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ദി എക്സ്പ്രസ് എന്നുമാണ് റിപ്പോർട്ട്. അങ്ങനത്തെ റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഹോം സിക്നസ് കാരണം തിരിച്ച് മാഞ്ചസ്റ്ററിൽ വരണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. ലണ്ടനിൽ പുള്ളി കംഫർട്ടബിൾ അല്ല. പുള്ളിക്ക് തിരിച്ച് മാഞ്ചസ്റ്ററിൽ പുള്ളിയുടെ ഹോമിൽ തിരിച്ച് വരണം. മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഓപ്ഷൻ അല്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള നല്ല നല്ല സോഴ്സസൊക്കെ റിപ്പോർട്ട് ചെയ്യട്ടെ, അന്നേരം ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നാലും ബ്രൂണോ പോവുകയാണെങ്കിൽ നമ്പർ 10 എന്ന് പറയുന്നൊരു സ്പോട്ട് നമുക്ക് വേണം. പ്യുവർ നമ്പർ 10 നമുക്കില്ല. കുണി എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഇൻറ്റീരിയർ ആ ഒരു റോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കലും ബ്രൂണോയുടെ ഒരു റീപ്ലേസ്മെൻ്റ് അല്ല മത്തേസ് കുണിയ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം സെസ്കോയ്ക്കൊക്കെ പകരം ആ ഒരു ഫോൾസ് 9 സെസ്കോയുടെ ബാക്കപ്പായിട്ട് കുണിയെ നമുക്ക് യൂസ് ചെയ്യാം, എംബിമോ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താണെങ്കിലും ഈ ഒരു നമ്പർ 10 പൊസിഷൻ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് വിങ്ങിൽ ആ ഒരു വിട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്. മോർഗൻ റോജേഴ്സിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പ്ലെയറിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം കോൾ പാർമറിൻ്റെ ലിങ്ക്സ് ചെൽസിയുടെ ഓണേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് കാശ് കിട്ടുകയാണെങ്കിൽ അവർ എന്തിനും മുതിരും. കോൾ പാർമർ മാത്രമല്ല, എൻസോ ഫെർണാണ്ടസിൻ്റെ ലിങ്ക്സും ഒക്കെ വരുന്നുണ്ട്. എൻസോ ഫെർണാണ്ടസും റയൽ മാഡ്രിഡും ഒക്കെ ആയിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. ചെൽസി ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. പക്ഷേ നല്ല നല്ല സോഴ്സസ് റിപ്പോർട്ട് ചെയ്യട്ടെ, എന്നപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോണിൽ നമ്മളൊരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല റിപ്പോർട്ട്സും വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേര് വിൽഫ്രഡ് എൻഡിഡി. നമ്മുടെ ലെസ്റ്ററിന് വേണ്ടി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള എൻഡിഡി ഇപ്പം തുർക്കിഷ് ലീഗിൽ ബെസിക്ടാസിന് വേണ്ടി കളിക്കുന്ന ആ ഒരു മനുഷ്യനെ യുണൈറ്റഡ് ലോണിൽ കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 10 മുതൽ 15 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഓപ്ഷൻ ടു ബൈ ക്ലോസും കൂടെ ഉൾപ്പെടുത്തി യുണൈറ്റഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്ന് പറയപ്പെടുന്നു. അതിൻ്റെയും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് കസമീറോയുടെ ആ ഒരു ഫെയർവെൽ മെസ്സേജിൻ്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഫെയർവെൽ മെസ്സേജ് പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഗുഡ് ബൈ പറയാനുള്ള സമയം ഒന്നുമല്ല. ഇനി 3-4 മാസം കൂടെ ഇനിയും കിടപ്പുണ്ട്. പ്രീമിയർ ലീഗിൻ്റെ പ്രീമിയർ ലീഗിൻ്റെ ഓൾമോസ്റ്റ് പകുതി ഈ മത്സരം കൂടെ ഇനിയിപ്പോൾ മുന്നോട്ടുണ്ട്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫാൻസിനും എനിക്കും ഒക്കെ പുതിയ ഓർമ്മകൾ, ഇനിയുള്ള വർഷങ്ങൾ, മുന്നോട്ടുള്ള വർഷങ്ങൾ ഓർത്തിരിക്കാനുള്ള പല ഓർമ്മകൾ സമ്മാനിക്കാനുള്ള നിമിഷങ്ങളാണ്. അപ്പം അങ്ങനെ പുതിയ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാൻ കസമീറോയ്ക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം കമൻസായിട്ട് ഇടുക.